ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങൾ അധികം ആരും ഉണ്ടാക്കി നോക്കാത്ത ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നായിരിക്കും സംശയം. നമുക്ക് ആ സംശയം ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എനബിൾ ചെയ്യാനും മറക്കില്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കശ്മീരിക്ക് പകരം നോർമൽ ആയാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഉരുളക്കിഴങ്ങിന് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം ഞാൻ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മാഗ്നറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാനിതാ ഉരുളക്കിഴങ്ങ് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റിന് പകരം ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കശ്മീരി മുളക് പൊടിക്ക് പകരം നമുക്ക് സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു കളറായാലും കുഴപ്പമില്ല, 3 കളറാകുമ്പോൾ കാണാൻ വേറൊരു ഭംഗിയായിരിക്കും. ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഗ്രേവി കട്ടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ആ ഗ്രേവി മൊത്തം ഉരുളക്കിഴങ്ങിൽ ആവുന്ന രീതിക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്ത എള്ളുണ്ടല്ലോ, അതും വിതറുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇതുണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ള എള്ള് ഇട്ട് കൊടുത്തത്. ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.